പക്ഷെ ഇപ്പൊ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ജ്യോതിഷം നോക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇനിയിപ്പൊ ഞാൻ അതിൽ പറഞ്ഞ പോലെ ഇവളെ കിസ് ചെയ്തില്ലെങ്കിൽ ഇവളെങ്ങാനും എന്നെ വിട്ട് പോയാലോ? ഓഫീസിൽ എല്ലാരും അറിയോ ഭഗവാനെ? അല്ലെങ്കിലേ ഇവളൊരു വായാടിയ. ഞാൻ ഉമ്മ കൊടുത്താ ഇവളെങ്ങാനും അലറി വിളിക്കോ? ഹലോ ബോസ്, എന്താ ഈ ആലോചിക്കുന്നേ? ഇത് നമ്മുടെ ഓഫീസാ. ഇവിടെ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ശരിയല്ല. നമ്മൾ എപ്പോഴും അങ്ങനെയാ, ഇപ്പോഴും അങ്ങനെ തന്നെയാ. പക്ക പ്രൊഫഷണല്. സംസാരിക്കേ. അത് വേറൊന്നുമല്ല, ഞാൻ നിന്നെ വെറുതെ നോക്കിയത്. എന്ത് വെറുതെയോ? നിങ്ങൾ തന്നെ നാളെ അവധിയാണെന്ന് പറഞ്ഞിട്ട് നാളേക്ക് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ജോലി ചെയ്ത് തീർക്കേണ്ട ആവശ്യമല്ലേ? ബോസ് പറയുന്നത് അനുസരിക്കേണ്ടത് എംപ്ലോയീസിന്റെ ധർമ്മമല്ലേ? അത് തന്നെയല്ലേ അതിന്റെ ശരിയും. ഇവിടെ ഇങ്ങനെ വെറുതെ നിന്ന് സംസാരിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഒരു മിനിറ്റ് നിന്നേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. ഞാൻ നിന്റെ ബോസാണ്. ഞാൻ എന്തെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അത് നിന്ന് കേട്ടോണ്ടിരിക്കണം. അല്ല, എനിക്ക് ബാക്ക് ആൻസേഴ്സ് ഒന്നും വേണ്ട. ബോസ്, ഞാൻ നിങ്ങളോടിപ്പോ ബാക്ക് ക്യാൻസർ ആണോ പറഞ്ഞത്? അതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ എന്നെ കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ്സ് ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. സോറി ബോസ്, ഏതോ ഒരു ചെറിയ ഗ്യാപ്പില് ചില റൈറ്റ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തു പോയി. അതെ അതെ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാ. നിങ്ങളാണ് ഇവിടുത്തെ ബോസ്, ഞാൻ ഇവിടുത്തെ എംപ്ലോയി. അങ്ങനെ ഇരിക്കുന്നത് തന്നെയാ നമ്മൾക്കും കമ്പനിക്കും നല്ലത്. അതാണ്, അതങ്ങനെ തന്നെ ആയിരിക്കണം. ഐ ലൈക്ക് യു. ശരി ബോസ്, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത് അത് പറ. ഞാൻ പറയാം. സ്വല്പം അടുത്തേക്ക് വാ. അവിടെ നിന്ന് പറഞ്ഞാ മതി. എനിക്ക് രണ്ട് ചെവി നന്നായിട്ട് കേൾക്കാം. ബോസ് പറയുന്നതൊക്കെ നീ ഫോളോ ചെയ്തിരിക്കണം. സോറി ബോസ്. ഓക്കെ ബോസ്. ഇങ്ങനെയൊന്നും ഞാൻ മുൻപ് ചെയ്തിട്ടില്ല ഗുരുവായൂരപ്പ. എനിക്ക് കുറച്ച് ധൈര്യം തരണേ. വീണ്ടും എന്താ സൈലൻസ്? എന്താന്ന് പറ ബോസ്. എന്താണോ സുമേഷ് ഡേഞ്ചർ എന്നൊക്കെ? എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നേ? അല്ല, ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ മനസ്സിലാവാത്ത രീതിയിലൊന്നും നടന്നിട്ടില്ല. ഞങ്ങൾക്ക് ആ കാര്യത്തില് ഡൗട്ട് ഉണ്ട്. അല്ല, ഞങ്ങക്ക് മനസ്സിലായില്ല. മനസ്സിലാവായിരുന്നെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാലോ, അതുകൊണ്ടാ. നോനോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. കൈവേദന എന്ന് പറഞ്ഞിരുന്നു. എവിടെങ്കിലും സ്പ്രെയിൻ ആയിട്ടുണ്ടോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തതാ. അതെ ചേട്ടാ, അത്രേ ഉള്ളൂ, അത്ര തന്നെ. എപ്പോഴും എന്തിനാ റോങ് ടൈമിൽ കയറി വരുന്നേ? അല്ല, അമൂലയുടെ കൈയുടെ വേദന ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ റോങ് ടൈം ആവുന്നെന്ന് മനസ്സിലായില്ല. അത് പോയിന്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ബോസിന്റെ കയ്യിലാ. ക്യാബിലേക്ക് അയക്കാനായിട്ട് തിരക്ക് പിടിച്ചത് ബോസ് തന്നെയാ. അവസാനത്ത് എന്റെ തലയിൽ വെക്കാൻ നോക്കണ്ട. നീ എന്താ ചേട്ടാ ക്രോസ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നേ? ആക്ച്വലി ഡോർ തുറന്നു വരുന്ന സമയത്ത് എന്റെ കൈ ഡോറിലിടിച്ചു. അതുകൊണ്ടാ വേദാന്ത്. എന്നാലും അയ്യോ, അത് വിടളിയാ. നമ്മളിപ്പോ ചോദിക്കാൻ വന്നത് വേറൊരു കാര്യമല്ലേ. ഇത്രയും വർഷം എന്തൊക്കെ കാര്യം പറഞ്ഞാലും ഓഫീസിൽ വിജയദശമിയുടെ അന്ന് ലീവിന്റെ ആവശ്യം എന്താന്നൊക്കെ ചേട്ടൻ ചോദിക്കുമായിരുന്നു. ഫാമിലിക്ക് വേണ്ടിയിട്ട് ലീവൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ അങ്ങനെ മനസ്സ് മാറാൻ മാത്രം എന്താ സംഭവിച്ചെന്ന് അറിയില്ല. കറക്റ്റ്. എനിക്കും അതാ ചോദിക്കാനുള്ള.
ആ, അത് വീട്ടിൽ നിന്ന് ആരതി ചേച്ചി വേദാന്തനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനായി ഇവര് ആരതി കോൾ ചെയ്തെന്നു എന്ന് വെച്ചാ നിങ്ങൾ അവള് പറയുന്നത് കേട്ട് ഇംപ്രസ് ആയി തീരുമാനം എടുത്തോന്നാണോ? അത് ചേട്ടാ, അതിനെപ്പറ്റിയാ ഞങ്ങള് സംസാരിച്ചോണ്ടിരുന്നേ. നാളത്തെ പൂജയ്ക്ക് ചേച്ചി അച്ഛനെയും അമ്മയും എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്നോട് വേദാന്ത് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എംപ്ലോയീസിനെ വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ ലീവ് എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അതെ അതെ, എക്സാക്ട്ലി. ആരതി പറയുമ്പോ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഓഫീസിലേക്ക് വരാതെ എംപ്ലോയീസിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇന്ന് രാത്രി ലോഞ്ച് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഓൾറെഡി സ്റ്റോറിൽ എത്തിക്കഴിഞ്ഞല്ലോ. ആണോ? പാവം. വാട്ട് നോൺസെൻസ്. ഇതിൽ പാവം എന്ന് പറയാൻ എന്താ ഉള്ളത്? ബോസ് എല്ലാം ഓക്കെ. നമ്മുടെ പുതിയ ലൈൻ ഓഫ് പ്രോഡക്റ്റ് പ്രസ് മീറ്റ് വെച്ചിട്ട് റിലീസ് ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറിലേക്ക് എത്തിയെന്നാ പറയുന്നത്. ഇത് ജനങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? വേദാന്ത് വെഞ്ചേഴ്സ് ഇങ്ങനെ പബ്ലിസിറ്റിയിലൊന്നും വിശ്വസിക്കുന്നില്ല. പ്രോഡക്റ്റ് ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നതിന്റെ കാര്യം. എക്സാക്ട്ലി. ബട്ട് അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന സഹായം വേറെ ആരോടും പറഞ്ഞു നടക്കണ്ട. നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ടാ ഇത്രയും കാലമായിട്ടും സുഹാസിനി ഫൗണ്ടേഷനെ പറ്റി ആരും അറിയാത്തത്. ഇപ്പൊ നമ്മൾ സാനിറ്ററി പാഡ്സും കൂടെ ആദ്യ ഓർഗാനിക്സിന്റെ അണ്ടറിൽ ലോഞ്ച് ചെയ്യുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന പെൺകുട്ടികൾക്കും കൂടെ. ഇന്നത്തെ ഈ സിറ്റുവേഷൻസില് കൊറോണയും ലോക്ക്ഡൌണും മറ്ററിയാത്ത രോഗങ്ങളും ഒക്കെയുള്ള ഈ സാഹചര്യത്തില് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ സഹായം എത്തുമെങ്കിൽ അത് നല്ലതല്ല വിക്കി. അതിന്റെ കൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് നമ്മളാ കഴിയുന്ന സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യും. ഇത് നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള ട്രിബ്യൂട്ടാണ്. സോറി ബോസ്, എന്തൊക്കെ ആയാലും ഇങ്ങനൊന്നും ആലോചിക്കാൻ പറ്റില്ല. എന്ത് ചെയ്താലും നിങ്ങളത് അൾട്ടിമേറ്റ്ലി വേറെ ലെവലാക്കും. നമ്മുടെ ബോസിന് ഹലോ. അയ്യോ, വിക്കി ഇപ്പോഴെങ്കിലും എന്റെ ഫോണൊന്നും എടുത്തല്ലോ. ഞാൻ രാവിലെ തൊട്ട് എത്ര തവണയായി വിളിക്കുന്നു വിക്കി. നീ എന്തിനാ എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. നാളെ വിജയദശമിയാ. വിക്കി നാളെ വീട്ടിലോട്ട് വരണം. ഇല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇതൊക്കെയല്ല നിന്റെ പേടി. നാളത്തെ പൂജയ്ക്ക് വിക്കിയെ വിളിക്കണം എന്ന് ഞാൻ വിചാരിച്ചത് വളരെ ശരിയാണ് വിക്കി. പക്ഷെ അത് മാത്രം ഒരു കാരണമല്ല. നമ്മള് രണ്ടുപേർക്കിടയിൽ എന്ത് തന്നെ പ്രശ്നങ്ങളും ഉണ്ടായാലും നമ്മുടെ അഞ്ജലിയുടെ ചടങ്ങിന് വന്ന് ഈ വീട്ടിൽ ആർക്കും സംശയമില്ലാത്ത രീതിയിൽ വിക്കി നോക്കിയല്ലോ. നമ്മുടെ രണ്ടുപേരുടെ സംസാരത്തിനിടയിൽ കുറഞ്ഞ പക്ഷം എനിക്കൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. അത് പറയാനും കൂടി വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത് വിക്കി. ശരി, ഓക്കെ. വിക്കി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ അല്ലേ? അതൊക്കെ നീ എന്തിനറിയണേ? നീ സമാധാനമായിട്ട് അവിടെ വീട്ടിൽ തന്നെയല്ലേ? അവിടെ നിനക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറാം. എന്നെപ്പോലെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല. എന്നെപ്പോലെ ആരും ഹേർട്ടും ചെയ്യില്ല. ഇവിടുത്തെ കാര്യം നീ ആലോചിക്കണ്ട. നീ സമാധാനമായിട്ടിരിക്കും. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന വിക്കി? ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസം താമസിക്കണമെന്ന് എന്റെ ആഗ്രഹങ്ങളൊന്നും അല്ലല്ലോ. വിക്കി തന്നെയല്ലേ എന്നിവിടെ ആക്കിയിട്ട് പോയത്. ഞാനായതുകൊണ്ടാണ് നിന്നെ അവിടെ ആക്കിയിട്ട് പിന്നെ തിരിച്ചു വന്നേ. നീ ചെയ്ത തെറ്റിനൊക്കെ വേറൊരാളായിരുന്നെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
എനിക്ക് അവൾക്കൊരു ഉമ്മ കൊടുക്കാൻ പോലും പറ്റിയില്ലല്ലോ. ഛേ. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലടാ. നീ വെറും പേടി തൂറിയ. Just shut up. അത് പേടിയോണ്ടൊന്നും അല്ല, എനിക്ക് മര്യാദ ഉള്ളോണ്ടാ. ഇതാടാ ഏറ്റവും വലിയ കോമഡി. നിനക്ക് ഉമ്മ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലോ അത് നടന്നില്ല എന്നുള്ള ബേജാറോ. എത്ര ചാടിയിട്ടും മുന്തിരി കിട്ടാത്തോണ്ട് ആ മുന്തിരിക്ക് പുളിയാന്ന് പറഞ്ഞ കഥ കേട്ടിട്ടില്ലേ? അങ്ങനെ തന്നെയാ ഇപ്പൊ നിന്റെ കാര്യം. ഇന്നല്ലെങ്കിൽ നാളെ നടക്കില്ലേ, ഇല്ലെങ്കിൽ മറ്റന്നാൾ നടക്കും. ഇതിലൊന്നും അങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എനിക്കാകട്ടെ അവക്കാകട്ടെ ഓക്വേർഡ് ഫീൽ ആവരുത്. നാളെ നടക്കൂല, ഇത് മറ്റന്നാളും നടക്കാൻ പോണില്ല. നിന്നെ സംബന്ധിച്ചൊരു ഉമ്മ കൊടുക്കുക എന്നുള്ളതേ ബാലി കേറാ മല പോലെ. വിൽ യു ജസ്റ്റ് ഷട്ട് അപ്പ്? എല്ലാം ശരിയാവൂടോ. ഞാൻ ശരിയാക്കും. നിന്റെ തലവിധി. നിന്റെ ചെറിയ ഫാമിലിയാ, അവളുടെ കുടുംബമാണെങ്കിൽ വലുതും. നാളെ ഫംഗ്ഷൻ നടക്കുന്നതേ അവളുടെ വീട്ടിലാ. ഒരു ഉത്സവത്തിന്റെ എത്ര ആൾക്കാരുണ്ടാവും? അവിടെ നിനക്ക് ഉമ്മ കൊടുക്കാനുള്ള പ്രൈവസി കിട്ടിയ തന്നെ. ഐ വിഷ് യു ഓൾ ദ ലക്ക് ഇൻ ദ വേൾഡ്. എടാ, അന്നൊന്നും പറയല്ലേ വിക്കി. എന്റെ അടുത്ത് വിക്കിക്ക് എത്രയും ദേഷ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിനെ ഇങ്ങനെയൊക്കെ അത് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അതിനെല്ലാം കാരണം നീ തന്നെയാ. ഇത്രയൊക്കെയായിട്ടും നിന്റെ വാശിക്കൊരു കുറവില്ലെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് ദേഷ്യമല്ലേ. ഞാൻ എപ്പോഴും ദേഷ്യത്തിലാന്ന് വിചാരിക്കണ്ട നീ. ആ ദേഷ്യത്തിനേക്കാളൊക്കെ ഒരുപാട് മനസ്സിൽ വിഷമമുള്ളേ. ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. നീ ഇപ്പൊ എന്നെ പറ്റിച്ചിട്ട് പോയെന്നാ എനിക്ക് ഫീൽ ചെയ്യുന്നേ. ഇതുപോലത്തെ ഒരു അവസ്ഥ ആർക്കും വരരുത്. ഞാൻ ഫോൺ വെക്കാ. ഒരു നിമിഷം വിക്കി. വിക്കിയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോ വിക്കി പറഞ്ഞതെല്ലാം വളരെ ശരിയാണെന്ന് ഞാനും സമ്മതിക്കാം. മരണം എന്റെ എതിരെ വന്നാൽ പോലും ഞാൻ ഒരിക്കലും ചതിക്കില്ല വിക്കി. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പുതിയ പ്രൊജക്ട് ലോഞ്ച് ആവാണ്, അതില് വിക്കിയാണ് ലീഡ് ചെയ്യുന്നതെന്ന് അമ്മ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. വിക്കിയെ പറ്റി ഒരിക്കൽ പോലും കെയർ ചെയ്യാറില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വെറുതെ വിഷമിച്ചിട്ട് മനസ്സും ആരോഗ്യവും വെറുതെ നശിപ്പിക്കരുത് വിക്കി. ഒരിക്കൽ ആരോഗ്യം നശിച്ചു പോയാല് പിന്നെ അത് തിരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ടേക്ക് കെയർ വിക്കി. മനസ്സ് എന്തൊക്കെയാ ഈ പറയുന്നേ? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നല്ലേ പറയുന്നേ? നീ ആരാണ്? നിന്റെ ക്യാരക്ടർ എങ്ങനെയാന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കടാ. പക്ക പ്യുവർ ബ്രഹ്മചാരിയാ നീ. ആ ജന്മ ബ്രഹ്മചാരി ആഞ്ജനേയനെ പോലെ. ആ നീയാണ് ഇപ്പൊ ഉമ്മ കൊടുക്കാനൊക്കെ പോകുന്നേ. എന്റെ വേദാന്ത് മേനോനെ, നിന്നെ ഞാനൊന്ന് കൈകൂപ്പി തൊഴുതോട്ടെ. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ നീ ഒരു കല്യാണം കഴിക്കില്ലേ? കല്യാണം കഴിക്കുകയാണെങ്കിൽ അതാ കഴുതയെ തന്നെ ആയിരിക്കില്ലേ? നീ കല്യാണം കഴിക്കുന്ന ആ പെണ്ണിന് കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ? എപ്പോഴും എന്തിനാ നീ നിന്നെ പറ്റി മാത്രം ആലോചിച്ചോണ്ടിരിക്കുന്നേ? ലവ് ആവുന്നതിന് മുൻപ് നീ ബ്രഹ്മചാരിയ. ഇപ്പൊ ലവായി കഴിഞ്ഞില്ലേ, ഇനി വേറെ ജീവിതോ. ഇനി നീ നിനക്ക് വേണ്ടിയിട്ടല്ല, അവൾക്ക് വേണ്ടിയിട്ടും കൂടെ ജീവിക്കാൻ നോക്ക്. ആ സുമേഷ് പറഞ്ഞൊന്നും നീ വിട്ടുകളയണ്ട കേട്ടോ. പോയി ആ സുമേഷിനെക്കാളും കഷ്ടമാണല്ലോ നീ. സുമേഷ് 3 ദിവസത്തിന്റെ ഉള്ളില് ആ മൂലയ്ക്ക് ഉമ്മ കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ സ്മാർട്ടായിട്ട് കൊടുക്കും. ആ മുഹൂർത്തം ഇനി എപ്പോഴാന്നൊന്ന് പറഞ്ഞു തുളയ്ക്കാവോ? ഇപ്പൊ തന്നെ ദാ നോക്കിക്കോ. ഫോണിലുള്ള അവളുടെ ഫോട്ടോക്ക് ഞാൻ ഉമ്മ കൊടുക്കും, അത്രേ ഉള്ളൂ.